ഒരു കാലത്ത് നാട്ടുംപുറങ്ങളിലെ സുലഭമായ കൃഷിയായിരുന്നു എള്ളും രാഗിയും. ഇവയുടെ അന്യം നിന്നു പോകുന്ന സാഹചര്യത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നേര്യമംഗലത്ത് കൃഷിത്തോട്ടത്തിൽ വിളവെടുത്തു. വിളവെടുപ്പിന് പാകമായ എള്ളും രാഗിയും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് വിളവെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അന്യം നിന്നു പോകുന്ന എള്ള് കൃഷിയും രാഗി കൃഷിയും തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ 2 ബ്ലോക്കുകളിലായി ഇവ കൃഷി ചെയ്തത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് എള്ളും രാഗിയും കൃഷി ചെയ്തത്. 2 കൃഷിയും വൻ വിജയമാകുകയായിരുന്നു. ഫാം സൂപ്രണ്ട് സൂസൻ ലീ തോമസിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ 3 മാസക്കാലം കഠിനാധ്വാനം ചെയ്താണ് ധാന്യങ്ങൾ 100 മേനി വിളയിച്ചത്. അന്യം നിന്നു പോകുന്ന എള്ള് കൃഷിയും രാഗി കൃഷിയും തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ 2 ബ്ലോക്കുകളിലായി ഇവ കൃഷി ചെയ്തത്. വിളവെടുപ്പിന് പാകമായ എള്ളും രാഗിയും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് വിളവെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ലോകരാഷ്ട്രങ്ങൾ പോലും അത്തരത്തിൽ തന്നെ ഒരു മില്ലറ്റ് ഇയർ ആയിട്ട് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൃഷി ഫാമുകളെല്ലാം തന്നെ ഇപ്പോൾ നേര്യമംഗലം കൃഷി ഫാമാണെന്നുണ്ടെങ്കിലും ആലുവ കൃഷി ഫാമാണെങ്കിലും ഒക്കെ ജില്ലയിലെ എല്ലാ ഫാമുകളിലും ഇത്തരത്തിൽ തന്നെ നമ്മൾ മില്ലറ്റ് കൃഷി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനെല്ലാം വലിയ പൂർണ്ണമായ പിന്തുണ തീർച്ചയായിട്ടും ഇവിടെ ഉദ്യോഗസ്ഥര്, സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥര്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായൊരു പ്രവർത്തനമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് കൃഷിയിൽ വിജയം നേടാൻ കഴിഞ്ഞതെന്ന് ഉല്ലാസ് തോമസും ഫാമിലെ ജീവനക്കാരനും പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ്, ഫാം സൂപ്രണ്ട് സൂസൻ ലീ തോമസ്, ഫാം കൗൺസിൽ മെമ്പർ PM ശിവൻ, കൃഷി ഓഫീസർ ശിൽപ ട്രീസ ചാക്കോ, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ സൈമൺ KU, പ്രസന്നൻ V, രഞ്ജിത്ത് PS, ബീന KN എന്നിവർ സന്നിഹിതരായിരുന്നു. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സൂപ്രണ്ടുമാർ ഇവിടെ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, നമുക്കൊരു ചെറിയ നാണ്യങ്ങളുള്ള കൃഷികൾ എന്തെങ്കിലും വേണം, ചെറുനാണ്യങ്ങളായ എന്തെങ്കിലും കൃഷികൾ നമുക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നാണ്യ കൃഷികൾക്ക് വേണ്ടി ആലോചിച്ചപ്പോഴാണ് റാഹി വളരെ ഭംഗിയായിട്ട് ഇവിടെ വിജയിക്കും, അത് നിങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ഇതിൽ ഞങ്ങൾ ആ റാഹി കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു ടീം വർക്കായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണേട്ടൻ, ഈ നിൽക്കുന്ന ചേച്ചിമാർ, എൻ്റെ സുഹൃത്തുക്കളായ മറ്റ് സഹപ്രവർത്തകർ എല്ലാവരും കൂടി ഞങ്ങൾ ടീം വർക്കായിട്ട് ഞങ്ങൾ ഈ കൃഷി ചെയ്തു. വളരെയധികം ഭംഗിയായിട്ട് അത് വിജയിച്ചു. ആ വിജയിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മധ്യ കേരളത്തിലെ അത്യപൂർവ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായ പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2024 ജനുവരി 19 മുതൽ 26 വരെ.